നമസ്കാരം. KERന്റെ ക്വസ്റ്റ്യൻ ആൻസറിലെ 11ാം ഭാഗത്തിലേക്ക് സ്വാഗതം. 251ാമത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡറി സ്കൂൾ, അതായത് ഹൈസ്കൂള്, ട്രെയിനിങ് സ്കൂൾസ് ആൻഡ് സ്പെഷ്യൽ സ്കൂൾസ് ഷാൾ ബി അണ്ടർ ദ ഇമീഡിയറ്റ് ആൻഡ് ഇൻസ്പെക്ഷണൽ കൺട്രോൾ ഓഫ് ദി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ. DAയുടെ ഇമീഡിയറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻസ്പെക്ഷണൽ കൺട്രോളിലാണ് ഹൈസ്കൂളും, അതായത് സെക്കൻഡറി സ്കൂളും, ട്രെയിനിങ് സ്കൂളും, സ്പെഷ്യൽ സ്കൂളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോഡൽ സ്കൂൾസ് അറ്റാച്ച്ഡ് ടു ഗവൺമെൻറ് ട്രെയിനിങ് കോളേജസ് ഷാൾ ബി അണ്ടർ ദ ഇമീഡിയറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻസ്പെക്ഷണൽ കൺട്രോൾ ഓഫ് പ്രിൻസിപ്പൽ ഓഫ് ദ റെസ്പെക്റ്റീവ് ട്രെയിനിങ് കോളേജ്. അതായത് സെക്കൻഡറി സ്കൂളും ട്രെയിനിങ് സ്കൂളും സ്പെഷ്യൽ സ്കൂളും DOൻ്റെ കൺട്രോളിലും, ഗവൺമെൻറ് ട്രെയിനിങ് കോളേജ്, അതായത് മോഡൽ സ്കൂൾ അറ്റാച്ച് ടു ഗവൺമെൻറ് ട്രെയിനിങ് കോളേജ്, ആ പ്രിൻസിപ്പാളിൻ്റെ, ആ കോളേജ് ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പാളിൻ്റെ ഇമീഡിയറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻസ്പെക്ഷണൽ കൺട്രോളാണ്. പരീക്ഷയ്ക്ക് വരുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ട്രെയിനിങ് കോളേജാണോ പറയുന്നത്, ട്രെയിനിങ് സ്കൂളാണോ എന്ന് പറയുന്നതൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് അറിയുന്ന ചോദ്യം ഒരിക്കലും തെറ്റിച്ചൂടാൻ നടത്താം. Dash days notice of the date of an annual inspection shall be given by the educational officers to the headmaster of the school concerned. ഒരു വിദ്യാലയത്തിൽ ആനുവൽ ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ എഡ്യൂക്കേഷണൽ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ AO ഓർ DO സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് 7 ദിവസം മുമ്പേ നോട്ടീസ് കൊടുക്കണം. ദ കോപ്പി ഓഫ് ആനുവൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഇൻ റെസ്പെക്ട് ഓഫ് എ ഡിപ്പാർട്ട്മെൻറ്റൽ primary school shall be submitted by the educational officer to the district educational officer. ആനുവൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൻ്റെ കോപ്പി DOക്ക് സബ്മിറ്റ് ചെയ്യണം. ആര് സബ്മിറ്റ് ചെയ്യണം? AO സബ്മിറ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റാഫ് ഫിക്സേഷൻ ഫയൽ ഓഫ് പ്രൈമറി സ്കൂൾ ഷുഡ് ബി സ്ക്രൂട്ടിനൈസ്ഡ് ബൈ ദ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ. സ്റ്റാഫ് ഫിക്സേഷൻ്റെ 10% ഫയല് DD സ്ക്രൂട്ടിനൈസ് ചെയ്യണം. ദ പ്രിസ്ക്രൈബ്ഡ് ഇൻസ്ട്രക്ഷണൽ ഡേയ്സ് ഇൻ ഈച്ച് ഇയർ ഓഫ് TTCയുടെ പുതിയ പേരാണ് ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ, DLED ഈസ് 220. അതായത് TTCയുടെ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ്റെ ഇൻസ്ട്രക്ഷണൽ ഡേയ്സ് 20 ഡേയ്സാണ്, എക്സ്ക്ലൂഡിങ് എക്സാമിനേഷനാണ്. എക്സാമിനേഷൻ കൂടാണ്ട് 220. അതും നമ്മുടെ സാധാരണ ജനറൽ എഡ്യൂക്കേഷനിലും 220 തന്നെയാണ്. അഡ്മിഷൻ ടു ദി ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് ട്രെയിനിങ് സ്കൂൾ ഷാൾ ബി ഓപ്പൺ ടു കാൻഡിഡേറ്റ്സ് ഹാവിംഗ് ദ ക്വാളിഫിക്കേഷൻ ഇൻ ദിസ് റിഗാർഡ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഗവൺമെൻറ്. ക്വാളിഫിക്കേഷനും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനും പ്യൂൺസിൻ്റെ ക്വാളിഫിക്കേഷനും ഈ ട്രെയിനീസിൻ്റെ ക്വാളിഫിക്കേഷനും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. പെർസെൻറ്റേജ് ഓഫ് സീറ്റ്സ് അലൗഡ് ഫോർ സെലക്ഷൻ ഓഫ് പീപ്പിൾ ബൈ മാനേജേഴ്സ് ഓഫ് നോൺ മൈനോറിറ്റി സ്കൂൾ ഈസ് 20%. പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾസ് ദാറ്റ് ക്യാൻ ബി ഫില്ലഡ് അപ്പ് ബൈ ദ മാനേജ്മെൻറ്റ് ഓഫ് മൈനോറിറ്റി എയ്ഡഡ് സ്കൂൾ. TTI is from the minority community is 50%. The percentage of seat that can be filled up by the selection committee constituted for the selection of admission to teachers training institute is 60% seat in aided schools and 80% in government school. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് 260ാമത്തെ ചോദ്യം. ഒന്ന് ശ്രദ്ധിക്കണം. ഡാഷ് ഓഫ് ദ ടോട്ടൽ സീറ്റ്സ് ഇൻ ട്രെയിനിങ് സ്കൂൾസ് അണ്ടർ ദ ഓപ്പൺ കോട്ട ഷാൾ ബി റിസർവ്ഡ് ഫോർ ദ ക്വാളിഫൈഡ് ഓർത്തോപീഡിയക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺ. എത്ര? 2%. 261ാമത്തെ ചോദ്യം. മിനിമം ക്വാളിഫിക്കേഷൻ ഓഫ് അഡ്മിഷൻ ടു TTC കോഴ്സ് Diploma in Elementary Education in Kerala is pre-degree or equivalent, അതായത് +2 or equivalent.
The applicant to training school shall not be below the first day of July of the year in which the notification inviting application is published in the Gazette. അതായത് ടി ടി സിക്ക് അപേക്ഷിക്കാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ മിനിമം ഏജ് എന്ന് പറഞ്ഞാൽ 17 താഴത്തെ കോളത്തിലൊന്ന് വായിക്കുക. ഇത് അപ്ലിക്കൻ്റ് ഷാൾ പൊസസ് ദ ക്വാളിഫിക്കേഷൻ സ്പെസിഫൈഡ് ഫോർ സെലക്ഷൻ ഓൺ ദ ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ആൻഡ് ഷാൾ നോട്ട് ബി ബിലോ 17 years of age or above 30 years of age on the first day of July. ശ്രദ്ധിക്കണം, 17 വയസ്സിൽ കുറയരുത്, 33 വയസ്സിൽ കൂടരുത്. ഡേറ്റ് ഏതാണ്? അഡ്മിഷൻ്റെ ഡേറ്റ് കണക്കാക്കുന്നത് 1/7 ഫസ്റ്റ് ജൂലൈ. അതിനെന്തായിരിക്കും കാരണം? ഈ ടി ടി സിക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ജൂലൈ 1 ഡേറ്റ്, കട്ട് ഓഫ് ഡേറ്റ് ജൂലൈ 1 ആകാൻ കാരണം എന്തായിരിക്കും? കാരണം SSLC അല്ലെങ്കിൽ പ്രീ ഡിഗ്രി, SSLC മുമ്പ് SLC ആണ് ടി ടി സിയുടെ അടിസ്ഥാന യോഗ്യത വേണ്ടത്. ഇപ്പം PDC ആക്കിയിട്ടുണ്ട്, +2 ആക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ മാർച്ച് മാസം പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ വർഷം ആ കുട്ടികൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ഓഫ് ഡേറ്റ് ജൂലൈ ആക്കിയത്, 1/7 ആക്കിയത്. അന്നേരം അത് ഓർമ്മിക്കുക, ഞാൻ പറയുന്നത് ഓർമ്മിക്കുക. ടി ടി സിയുടെ ഈ വയസ്സ് കണക്കാക്കുന്ന ഡേറ്റ്, 17 വയസ്സ് കണക്കാക്കുന്ന ഡേറ്റ് 1/7 ജൂലൈ 1 ഓർമ്മിക്കുക. അതായത് മിനിമം 17 കുറഞ്ഞൂടാ, 33 കൂടുകയും ചെയ്തോളൂ ടി ടി സി അഡ്മിഷൻ. ദ മിനിമം റിക്വയർഡ് അറ്റൻഡൻസ് ഓഫ് എ ട്രെയിനി ഇൻ എ ട്രെയിനിങ് സ്കൂൾ ഈസ് 85%. അത് സാധാരണ സ്കൂളിൽ 85% തന്നെയാണ് മിനിമം അറ്റൻഡൻസ്. ഇഫ് എ ട്രെയിനീസ് അറ്റൻഡൻസ് ഈസ് ലെസ് ദാൻ 85%, ദ ഡെഫിഷ്യൻസി അപ് ടു 50% ഓഫ് മിനിമം അറ്റൻഡൻസ് പ്രിസ്ക്രൈബ്ഡ് മേ ബി കണ്ടോൺഡ് ബൈ ദ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ. ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസറാണ് ഈ ഹാജർ കുറവ് കണ്ടോൺ ചെയ്യേണ്ടത്. എന്തായിരിക്കും കാരണം? ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസറാണ് ട്രെയിനിങ് സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇമ്മീഡിയറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻസ്പെക്ഷണൽ ഓഫീസർ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസറാണ്. അതുകൊണ്ടാണ് ആ ഓഫീസർക്ക് ഇതിൻ്റെ അധികാരം കൊടുത്തത്. The trainees whose deficiency in attendance exceed percentage shall be required to undergo the course again in the succeeding years. അതായത് 25% കൂടുതൽ ആബ്സെൻ്റ് വന്നാൽ, അതായത് ഹാജർ 25% കൂടി കഴിഞ്ഞാൽ ആ ട്രെയിനി അടുത്ത വർഷം വീണ്ടും ട്രെയിനിങ് കഴിക്കണം എന്നാണ് പറഞ്ഞത്. അണ്ടർഗോ ടു കോഴ്സ് എഗെയിൻ ഇൻ ദ സക്സീഡിങ് ഇയർ. താഴത്ത് കോളം നോക്കാം, 23ാമത്തെ റൂളിലാണ് പറഞ്ഞിരിക്കുന്നത്. നോ ട്രെയിനി ഹു ഹാസ് ഫെയിൽഡ് ടു സെക്യൂർ ദ മിനിമം അറ്റൻഡൻസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ റൂൾ 22 ഷാൾ ബി പെർമിറ്റഡ് ടു സിറ്റ് ഫോർ ദ ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ എക്സാമിനേഷൻ അൺലെസ് ദ ഡെഫിഷ്യൻസി ഈസ് ഇൻ അറ്റൻഡൻസ് ഹാസ് ബീൻ കണ്ടോൺഡ്. അതായത് കണ്ടോൺ ചെയ്തിട്ടെങ്കിൽ, എഡ്യൂക്കേഷൻ ഓഫീസർ കണ്ടോൺ ചെയ്തിട്ടെങ്കിൽ, അല്ലെങ്കിൽ DD കണ്ടോൺ ചെയ്തിട്ടെങ്കിൽ തുടർന്ന് അടുത്ത വർഷം ആ TTC കോഴ്സിന് പുനർനിയമനം വേണമെന്നാണ് പറഞ്ഞത്. ദ ട്രെയിനീസ് ഹൂസ് ഡെഫിഷ്യൻസി അറ്റൻഡൻസ് എക്സീഡ് 25% ഷാൾ ബി റിക്വയർഡ് ടു അണ്ടർഗോ ദ കോഴ്സ് എഗെയിൻ ഇൻ ദ സക്സീഡിങ് ഇയർ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. If a trainee attendance is less than 85%, the deficiency up to 50% of the minimum attendance prescribed may be condoned by the district educational officer. തൊട്ട് താഴത്തെ കോളം ശ്രദ്ധിക്കുക. ചോദ്യം മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെ കോളം ശ്രദ്ധിക്കുക. In the case of trainees who have to be under treatment on account of ailment of long duration and in the case of leave for maternity purpose, the deputy director may condone the deficiency in attendance up to a maximum 25% of the prescribed minimum attendance. Prescribed minimum maximum 25% വരെ. അതിൽ കാരണം പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് പിന്നെ മെറ്റേണിറ്റി അതെല്ലാം ആ പർപ്പസിനാണ് 25% വരെ DD കണ്ടോൺ ചെയ്യുന്നത്. 15% DO ആണെങ്കിൽ 25% DD ആണ്.
267 ചോദ്യം. The number of absence of working days required for removal of a teacher trainee for long absent is 15 day. സാധാരണ അങ്ങനെ നമ്മൾ എഴുതൽ ഡ്യൂ ടു റിമൂവ്ഡ് ഫ്രം ദ റോൾ ഡ്യൂ ടു ലോങ് ആബ്സെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 15 ദിവസം പറഞ്ഞില്ലേ, 15 ഡേയ്സ് തന്നെയാണ്. The re-admission of a TTC trainee is permissible only with the sanction of educational officer. റീഅഡ്മിഷൻ ഒരു ട്രെയിനിക്ക് അനുവാദം കൊടുക്കേണ്ടത് DEO ആണ്, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസറാണ്. സ്റ്റുഡൻസ് അഡ്മിറ്റഡ് ഇൻ ട്രെയിനിങ് സ്കൂൾസ് ഷാൾ ബി കൺസിഡേർഡ് ടു ബി ഓൺ പ്രൊബേഷൻ ഫോർ ഡാഷ് വർക്കിംഗ് ഡേയ്സ്. ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിൽ നിന്ന് ട്രെയിനിങ് സ്കൂളായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിൽ നിന്ന് ചോദ്യം ചോദിച്ചത് ഈ ട്രെയിനീസിൻ്റെ പ്രൊബേഷൻ എത്ര ദിവസം എന്നാണ്. 50 ദിവസം, 50 days. The fee to be realized from a TTC student when he has withdrawn from the course without permission is fee for the entire course of training for 2 years. അതായത് ഒരു ട്രെയിനി കാരണം പറയാണ്ട് ട്രെയിനിങ് സ്കൂളിൽ വന്നിട്ടെങ്കിൽ അയാൾ വിത്ഡ്രോ ആകുന്നു, ട്രെയിനിങ് പഠിക്കുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ബുക്കും അയാൾക്ക് TC കൊടുക്കണമെങ്കിൽ, ആ വിദ്യാർത്ഥിക്ക് TC കൊടുക്കണമെങ്കിൽ മുഴുവൻ ആ കോഴ്സ് 2 വർഷത്തെ കോഴ്സിൻ്റെ മുഴുവൻ ഫീസ് കൊടുക്കണം. 270 ചോദ്യം. ഇത് പെർസെൻറ്റേജ് ഓഫ് സീറ്റ് റിസർവ്ഡ് ഫോർ മാനേജേഴ്സ് ഫോർ സെലക്ഷൻ ഇൻ നോൺ മൈനോറിറ്റി ട്രെയിനിങ് സ്കൂൾ ഈസ് 20%. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് അതോറിറ്റി ഫോർ ഗ്രാൻഡിങ് ഏജ് എക്സംഷൻ ടു ദി അപ്ലിക്കൻസ് ഫോർ TTC കോഴ്സ് ഇൻ അപ്രോപ്രിയേറ്റ് കേസ് ഈസ് ഗവൺമെൻറ്. Admission to the government and aided training school shall be open to candidates having the qualification in this regard prescribed by the government. Admission to the government and aided training school shall be open to candidates having the qualification in this regard prescribed by the government. അത് 2 പ്രാവശ്യമായി ചോദ്യം, 2 പ്രാവശ്യം ആവർത്തിച്ചു. A teacher trainee may for satisfactory reasons be allowed to withdraw from training school under order of the district educational officer. 274 ചോദ്യം. Which among the following shall not be produced by a non-teacher along with his application for admission to the teacher's training course? Which among the following shall not be produced by a non-teacher? അതായത് സാധാരണ TTCക്ക് പോകുന്ന ഈ അൺട്രെയിൻഡ് ടീച്ചേഴ്സ് പോലുണ്ട് ട്രെയിനിങ്ങിന്. അതിൽ സാധാരണ ഈ +2 എല്ലാം കഴിഞ്ഞ് ട്രെയിനിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് റിലീവിങ് ഓർഡർ ഇല്ല. അവർക്ക് സാധാരണ TC ആണെന്നില്ല, സ്കൂളിൽ ഏത് ലാസ്റ്റ് പഠിച്ച സ്കൂളിൽ TC ആണെന്നില്ല. പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് റിലീവിങ് ഓർഡർ കൊടുക്കണം, റിലീവ് ചെയ്യണം. ഇതിൽ നോൺ ടീച്ചർ ആയതുകൊണ്ട് അവർക്ക് റിലീവിങ് ഓർഡർ ആവശ്യമില്ല. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വേണം, സർട്ടിഫിക്കറ്റ് ഓഫ് ഹെൽത്ത് ഇൻ ഫോം നമ്പർ 42 വേണം. ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഹെൽത്ത് ഇൻ ഫോം നമ്പർ 42 ആണ് ട്രെയിനിങ് സ്കൂളിൽ നമ്മൾ കൊടുക്കേണ്ട ഹെൽത്ത് സർട്ടിഫിക്കറ്റ്. പിന്നെ കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. 275 ചോദ്യം. The authority to which the department is to consult for selection of TTC course by the selection committee is ആരുമായിട്ടാണ് കൺസൾട്ട് ചെയ്യേണ്ടത്? TTCക്ക് സെലക്ഷൻ കമ്മിറ്റി ആരുമായിട്ടാണ് കൺസൾട്ട് ചെയ്യേണ്ടത്? ഉത്തരം പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.